In this video, let's discuss about profit prior to incorporation. അതായത് ഒരു കമ്പനിക്ക് ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് മുന്നേ ഉള്ള പ്രോഫിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ. അത് ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് മുന്നേ അവർക്ക് എങ്ങനെയാണ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കണം. അതായത് നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ വി ക്യാൻ സ്റ്റാർട്ട് ഇറ്റ് ഫ്രം ദി സ്ക്രാച്ച്. അതായത് ഷെയർ ഇഷ്യൂ ചെയ്ത് ക്യാപിറ്റൽ റേസ് ചെയ്ത് നമുക്കൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാം. നേരെ മറിച്ച് നമുക്ക് ഇത്രയും കഷ്ടപ്പെടാനൊന്നും വയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ വി ക്യാൻ ടേക്ക് ഓവർ ആൻ എക്സിസ്റ്റിംഗ് കമ്പനി ഓർ വി ക്യാൻ അക്യൂർ ആൻ എക്സിസ്റ്റിംഗ് കമ്പനി. ഇപ്പം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കമ്പനിയെ, ഓൾറെഡി ഫങ്ഷനിങ് ആയിട്ടുള്ളൊരു കമ്പനിയെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഏത് വരുന്നത്, പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ. ഇപ്പം നമ്മൾ 1st January 2021 ഒരു കമ്പനിയെ നമ്മൾ അക്യൂർ ചെയ്ത് പർച്ചേസ് ചെയ്ത് എന്ന് വെച്ചോ. പർച്ചേസ് ചെയ്ത സെയിം ഡേ തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ലഭിക്കില്ല. പർച്ചേസ് ചെയ്യുന്ന ദിവസം തൊട്ട് നമുക്ക് അവിടെ ബിസിനസ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ നമുക്ക് എന്ത് കിട്ടിയിട്ടില്ല, സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ലഭിച്ചിട്ടില്ല. വി നീഡ് ടു അപ്ലൈ ഫോർ ഒബ്റ്റെയിനിങ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. അതിനുള്ള പേപ്പർ വർക്ക്സ് എല്ലാം നമ്മൾ മൂവ് ചെയ്യും. ഇതിന് ശേഷം ഒരു 3 മാസങ്ങൾ കഴിഞ്ഞോ അല്ലെങ്കിൽ 4 മാസമൊക്കെ കഴിഞ്ഞായിരിക്കും നമുക്ക് എന്ത് ലഭിക്കുന്നത്, സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ലഭിക്കുന്നത്. അപ്പോൾ അതുവരെയുള്ള സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ലഭിക്കുന്നത് വരെയുള്ള പ്രോഫിറ്റ് കാൽക്കുലേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ. പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തും ആവാം, ലോസും ആവാം. ഓക്കെ, അപ്പോൾ അതുവരെയുള്ള പ്രോഫിറ്റിനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നതിനെയാണ് പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ. ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് വരെയുള്ള പ്രോഫിറ്റ്. ഓക്കെ, ആസ് യൂഷ്വൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. അതിൽ നിന്ന് നമുക്ക് എന്തിനെ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ സാധിക്കും, പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷനെ. പ്രോബ്ലംസ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും. ഇനി എന്താണ് ഈ പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. Profit or loss prior to incorporation is defined as that portion of profit or loss which is attributable to the period from the date of acquisition of business to the date of incorporation of purchasing company. അതായത് അക്വിസിഷൻ ഡേറ്റ് മുതൽ എന്ന് വരെയാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ലഭിക്കുന്നത് വരെയുള്ള പ്രോഫിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ. അതിനുശേഷം ലഭിക്കുന്ന പ്രോഫിറ്റിനെ പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പ്രോഫിറ്റ് എന്ന് പറയും. ഓക്കെ, so pre-incorporation profit should be treated as capital profit and transferred to capital reserve account. അപ്പോൾ ഈ പീരീഡിൽ, ഈ പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡിൽ എന്തെങ്കിലും പ്രോഫിറ്റ് ലഭിച്ചാൽ അതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്, അതിനെ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്ത്, ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു ക്യാപിറ്റൽ റിസർവ് ആണ്. സോ we need to show it in balance sheet under the heading reserve and surplus. നേരെ മറിച്ച് പ്രോഫിറ്റിന് പകരം ലോസാണ് ലഭിക്കുന്നതെങ്കിൽ അതിനെ ക്യാപിറ്റൽ ലോസ് എന്ന് പറയും. ക്യാപിറ്റൽ ലോസിന് നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഗുഡ്വില്ലിൻ്റെ കൂടെ ആഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഇനി ഇത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നാണ് അടുത്തത്. അതിന് മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം ഈ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതിന് മുന്നേ. ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു കാൽക്കുലേറ്റ് സെയിൽസ് റേഷ്യോ ആൻഡ് ടൈം റേഷ്യോ. 2 റേഷ്യോസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഒന്ന് സെയിൽസ് റേഷ്യോയും ഒന്ന് ടൈം റേഷ്യോയും. ഇതെന്തിനെന്ന് വെച്ചാൽ നമ്മളൊരു 1 ഇയറിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും പ്രിപ്പയർ ചെയ്തത്. സാധാരണ അക്കൗണ്ടിങ് ഇയർ 1 വർഷമല്ലേ നമ്മൾ ചെയ്യാറുള്ളത്, ഫ്രം 1st Jan to 31st December അല്ലെങ്കിൽ 1st April to 31st March, അങ്ങനെ ഒരു പീരീഡിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്കും ആദ്യത്തെ ഒരു 3 മാസമായിരിക്കും ചിലപ്പം പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡ്, പിന്നീട് ബാക്കി 9 മാസം പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡാണ്. അപ്പോൾ ഈ 2 പീരീഡിനെയും ബ്രേക്ക് ചെയ്ത് നമ്മൾ പ്രീ ഇൻകോർപ്പറേഷനിലെ പ്രോഫിറ്റും കണ്ടെത്തണം, പോസ്റ്റ് ഇൻകോർപ്പറേഷനിലെ പ്രോഫിറ്റും കണ്ടെത്തണം. പ്രോഫിറ്റ് എങ്ങനെയാണ് കണ്ടെത്തുന്നത്, ഇൻകം മൈനസ് എക്സ്പെൻസ്. അപ്പോൾ നമ്മൾ പ്രീ ഇൻകോർപ്പറേഷണൽ ഇൻകത്തിനെയും പോസ്റ്റ് ഇൻകോർപ്പറേഷണൽ ഇൻകത്തിനെയും സെപ്പറേറ്റ് ചെയ്യണം. അതുപോലെ പ്രീ ഇൻകോർപ്പറേഷണൽ എക്സ്പെൻസിനെയും പോസ്റ്റ് ഇൻകോർപ്പറേഷണൽ എക്സ്പെൻസിനെയും സ്പ്ലിറ്റ് ചെയ്യണം. ഈ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ റേഷ്യോസ്. ഒന്നുകിൽ സെയിൽസ് റേഷ്യോ യൂസ് ചെയ്യും, അല്ലെങ്കിൽ ടൈം റേഷ്യോ യൂസ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യണം. അതൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. അതിനുശേഷം ആസ് യൂഷ്വൽ വി നീഡ് ടു പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ്. 2 പീരീഡിലേക്കും വേണ്ടി കോളംനാ ഫോമാറ്റിൽ പ്രിപ്പയർ ചെയ്യുക. ആദ്യം പെർട്ടിക്കുലർ കോളം, അതിനുശേഷം ഒരു പ്രീ ഇൻകോർപ്പറേഷൻ ഇൻഫർമേഷൻ എഴുതാനൊരു കോളം, ദെൻ ഫോർ റെക്കോർഡിംഗ് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ ഡീറ്റെയിൽസ് വി നീഡ് ടു പ്രൊവൈഡ് 1 more കോളം. ഓക്കെ, അതിനുശേഷം ഗ്രോസ് പ്രോഫിറ്റ് ഷുഡ് ബി അപ്പോർഷൻ യൂസിങ് സെയിൽസ് റേഷ്യോ. നമ്മുടെ ഇപ്പോഴത്തെ ഫോമാറ്റ് അനുസരിച്ച് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് ഒന്നും കാണിക്കാറില്ല, എങ്കിലും ഇതുപോലുള്ള പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഗ്രോസ് പ്രോഫിറ്റ് ചിലപ്പം സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് റേഷ്യോയിൽ സ്പ്ലിറ്റ് ചെയ്യണം, സെയിൽസ് റേഷ്യോയിൽ സ്പ്ലിറ്റ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം പ്രോഫിറ്റ് ആൻഡ് ലോസിൽ
നമ്മൾ റെക്കോർഡ് ചെയ്യുന്നൊരു മെയിൻ ആയിട്ടാണ് എക്സ്പെൻസിൽ പല ടൈപ്പ് ഉണ്ട്. ഫിക്സ്ഡ് ഉണ്ട്, വേരിയബിൾ എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ ഫിക്സ്ഡ് എക്സ്പെൻസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൈം റേഷ്യോയിലാണ് ഷെയർ ചെയ്യേണ്ടത്. കാരണം സാധാരണ മിക്കവാറും ഉള്ള ഫിക്സ്ഡ് എക്സ്പെൻസുകളെല്ലാം നമ്മൾ ടൈമിൻ്റെ ബേസിസിലാണ് കൊടുക്കാറുള്ളത്. റെൻറ്റ്, സാലറി, ദെൻ ഡിപ്രിസിയേഷൻ, ഇൻഷുറൻസ് പ്രീമിയം, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ടൈമിൻ്റെ ബേസിൽ കൊടുക്കുന്നുണ്ട്. അതിനെല്ലാം നമ്മൾ ഏത് റേഷ്യോയിൽ സ്പ്ലിറ്റ് ചെയ്യണം? ടൈം റേഷ്യോയിൽ സ്പ്ലിറ്റ് ചെയ്യണം. ടൈം റേഷ്യോയിൽ അപ്പോർഷൻ ചെയ്യേണ്ട ഫിക്സ്ഡ് എക്സ്പെൻസിന് എക്സാമ്പിൾസ് ഞാൻ ഇവിടെ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. റെൻറ്റ്, സാലറി, ഡിപ്രിസിയേഷൻ, ഓഡിറ്റ് ഫീ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ബാങ്ക് ചാർജസ്, മിസ്ലേനിയസ് എക്സ്പെൻസസ്, ഇതെല്ലാം ഫിക്സ്ഡ് എക്സ്പെൻസുകളാണ്. ഇതിനെല്ലാം ടൈം റേഷ്യോയിലാണ് ഈ 2 പീരീഡിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നീട് വേരിയബിൾ എക്സ്പെൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സെയിൽസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വേരിയബിൾ എക്സ്പെൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ അപ്പോർഷൻ ചെയ്യേണ്ടത് സെയിൽസ് റേഷ്യോയുടെ ബേസിസിലാണ്. വേരിയബിൾ എക്സ്പെൻസ് റിലേറ്റഡ് ടു സെയിൽസ് ഷുഡ് ബി അപ്പോർഷൻഡ് യൂസിങ് സെയിൽസ് റേഷ്യോ. എക്സാമ്പിൾ, കമ്മീഷൻ ഓൺ സെയിൽസ്, ഡിസ്കൗണ്ട് അലൗഡ്, ബാഡ് ഡെറ്റ്, ക്യാരേജ് ഔട്ട്വേർഡ്, അഡ്വർടൈസ്മെൻറ്റ്, എക്സെട്ര. അപ്പോൾ ഇതെല്ലാം സെയിൽസ് റേഷ്യോയിൽ ഷെയർ ചെയ്യണം. ഇനി വരുന്നത് expenses incurred after incorporation of the company, such as director's fee, preliminary expenses, discount on issue of debentures, interest on debentures, etc. should be charged to the period after incorporation. അതായത് പിന്നീട് ഇൻകർ ചെയ്യുന്ന കുറച്ച് എക്സ്പെൻസുകൾ, അതായത് ഡയറക്ടേഴ്സ് ഫീ, പ്രിലിമിനറി എക്സ്പെൻസ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ്, ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ ഇതിനെ നിങ്ങൾ പ്രീയിലും പോസ്റ്റിലോട്ടും ഷെയർ ചെയ്യേണ്ട. ആർക്ക് മാത്രം അത് കൊടുത്താൽ മതി? പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡിൽ അലോട്ട് ചെയ്യാൻ പാടില്ല. ഏത് പീരീഡിലേക്ക് കൊടുക്കേണ്ട? പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡിലേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പറഞ്ഞിരുന്ന എക്സ്പെൻസുകൾ. ഇനി ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ ഒരു എക്സാമ്പിളാണ്. അത് ഞാൻ പറഞ്ഞു, ഈ പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ വരുന്നത് ഏത് സിറ്റുവേഷനിലാണ്? ഒരു എക്സിസ്റ്റിംഗ് കമ്പനിയെ ഒരു ഗ്രൂപ്പ് പർച്ചേസ് ചെയ്യുമ്പോഴാണ്, മറ്റൊരു കമ്പനി പർച്ചേസ് ചെയ്യുമ്പോൾ മാത്രമാണ് എന്ത് വരുന്നത്? പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ. ഇപ്പോൾ ഇവിടെ എച്ച് ലിമിറ്റഡ് ഇൻകോർപ്പറേറ്റഡ് ഓൺ 1st April 2017. എച്ച് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് അവർ ഫോം ചെയ്യുന്നത്. അത് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ്? 1st April 2017. ഇൻകോർപ്പറേറ്റഡ് എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടിയത് എന്നാണ് അവർക്ക്. ബട്ട് എച്ച് ലിമിറ്റഡ് അക്വയർഡ് ദ ബിസിനസ് ഓൺ 1st Jan 2017. പക്ഷേ ഇവർ ഈ ബിസിനസ്സിനെ ഏതൊരു ബിസിനസ്സിനെ അക്വയർ ചെയ്തിരിക്കുന്നത്, ഹാരിസ് ആൻഡ് സൺസ് എന്ന് പറഞ്ഞ ബിസിനസ്സിനെ അക്വയർ ചെയ്തിരിക്കുന്നത് ഏത് ദിവസമാണ്? 1st January അക്വയർ ചെയ്തത്. പക്ഷേ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ലഭിച്ചത് എന്നാണ്? ഏപ്രിലേ ലഭിച്ചുള്ളൂ. അതായത് 3 മാസം കഴിഞ്ഞിട്ടാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ജനുവരി തൊട്ട് മാർച്ച് വരെ പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡ്, അതായത് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് മുന്നേ ഉള്ള പീരീഡ്, ദാറ്റ് ഇസ് പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡാണ്. പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡാണ്. പിന്നീട് അക്കൗണ്ടിങ് ഇയർ എൻഡ് ഓഫ് എച്ച് ലിമിറ്റഡ് എന്ന് പറയുന്നത്, ഇവർ സാധാരണ അക്കൗണ്ടിങ് ഇയർ എൻഡ് ചെയ്യുന്നത് 31st December. അപ്പോൾ എന്ന് സ്റ്റാർട്ട് ചെയ്യും? 1st January സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും. അതാണ് അവരുടെ അക്കൗണ്ടിങ് ഇയർ എൻഡ് ചെയ്യുന്നത് 31st December. പിന്നീട് ഒരു ഇൻഫർമേഷനും കൂടെ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ടോട്ടൽ സെയിൽസ് എമൗണ്ട് ടു 3 lakh rupees. ഒരു വർഷത്തെ അവരുടെ സെയിൽസ്, ജാനുവരി ടു ഡിസംബർ വരെയുള്ള പീരീഡിൽ അവരുടെ സെയിൽസ് എന്ന് പറയുന്നത് 3 lakh. അതിനകത്ത് 1 lakh റിലേറ്റഡ് ടു പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡ്. 1 ലക്ഷം രൂപ പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡിൽ ലഭിച്ചതാണ്. ബാക്കി 2 lakh ആണ് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡിലുള്ളത്. പിന്നെ നമുക്ക് സെയിൽസ് റേഷ്യോയും ടൈം റേഷ്യോ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക ഈ ഇൻഫർമേഷൻ വെച്ചുകൊണ്ട്. ഇവിടുത്തെ ആദ്യം നിങ്ങൾ അക്കൗണ്ടിങ് ഇയർ ഏതാണെന്ന് മനസ്സിലാക്കുക. ഇവിടുത്തെ അക്കൗണ്ടിങ് ഇയർ ഏതാണ്? 1st Jan 2017 to 31st December 2017 ആണ് അക്കൗണ്ടിങ് ഇയർ. ഓക്കെ, ഇനി ഈ അക്കൗണ്ടിങ് ഇയറിൽ 2 പീരീഡ് ഉണ്ടാവും. പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡും ഉണ്ടാവും, പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡും ഉണ്ടാവും. അതിനെ സ്പ്ലിറ്റ് ചെയ്യുക. ക്വസ്റ്റ്യനിൽ ഇൻഫർമേഷൻ ഉണ്ടല്ലോ, ഇവർക്ക് ഇൻകോർപ്പറേഷൻ ലഭിച്ചത് എന്നാണ്? 1st April ഇൻകോർപ്പറേഷൻ ലഭിച്ചത്. ഓക്കെ, അതിന് മുന്നേ ഉള്ള പീരീഡിനെയാണ് പ്രീ ഇൻകോർപ്പറേഷൻ. എന്നാണ് ഈ ബിസിനസ്സിനെ അക്വയർ ചെയ്യുന്നത്? അവർ അക്വയർ ചെയ്തത് ജനുവരിയിൽ അക്വയർ ചെയ്ത് ബിസിനസ്സൊക്കെ അവർ ചെയ്തു തുടങ്ങി. പക്ഷേ ഇവർക്ക് ഇൻകോർപ്പറേഷൻ ലഭിക്കുന്നത് ഏപ്രിലാണ്. അപ്പോൾ പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡ് എന്ന് പറയുന്നത് എന്നോട്ടാണ് ഇവരുടെ അക്കൗണ്ടിങ് ഇയർ ബിഗിനിങ് 1st Jan അല്ലേ. അപ്പോൾ ഇതാണ്. പിന്നെ സ്പ്ലിറ്റ് ചെയ്യുക, അക്കൗണ്ടിങ് ഇയറിനെ സ്പ്ലിറ്റ് ചെയ്യുക. പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡും പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡും. പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡ് എന്ന് പറയുന്നത് 1st Jan 2017 to 31st December 2017. 31st March 3 മാസമാണ്. കാരണം 1st April. ഓക്കെ, so how many months? 3 months. 1st January to 31st March എന്ന് പറയുന്നത് 3 months. അതാണ് പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡ്. അതിനുശേഷം എന്നോട്ടാണോ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത്? 1st April. അപ്പോൾ 1st April to
അക്കൗണ്ടിങ് ഇയർ എൻഡ് വരെ 31st December വരെ എത്ര മാസം വരും? 9 months. 9 months ആണ് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡ്. സോ ദ ടൈം റേഷ്യോ വിൽ ബി 3:9. അതാണ് ടൈം റേഷ്യോ പീരീഡിൻ്റെ ബേസിൽ. 3:9 അതാണ് ടൈം റേഷ്യോ. അതിനെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പം 1:3 എന്ന് കിട്ടും. ഇതേപോലെ സെയിൽസ് റേഷ്യോയും കൂടെ കണ്ടുപിടിക്കാം. ക്വസ്റ്റനിൽ പറയുന്നുണ്ട് ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് 3 lakh. പ്രീ ഇൻകോർപ്പറേഷൻ സെയിൽസും തന്നിട്ടുണ്ട്. പ്രീ ഇൻകോർപ്പറേഷൻ സെയിൽസ് എന്ന് പറയുന്നത് ഫസ്റ്റ് 3 monthsലെ സെയിൽസ് 1 lakh ആണ്. അപ്പോൾ 3 ലക്ഷത്തിൽ 1 ലക്ഷം പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡിൽ ലഭിച്ച സെയിൽസ് ആണ്. അതിന് ബാക്കി എന്ന് പറയുന്നത് എത്ര? ബാലൻസ് 2 lakh. അത് ഏത് പീരീഡിലെ ആയിരിക്കും? പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡിലെ ആയിരിക്കും. സോ വാട്ട് വിൽ ബി ദ റേഷ്യോ? റേഷ്യോ വിൽ ബി സെയിൽസ് റേഷ്യോ എന്ന് പറയുന്നത് പ്രീ ഇൻകോർപ്പറേഷൻ ടു പോസ്റ്റ് ഇൻകോർപ്പറേഷൻ ആണ്. പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡിലെ സെയിൽസ് 1 lakhും പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡിലെ സെയിൽസ് 2 lakhും. സോ ദ സെയിൽസ് റേഷ്യോ ഇസ് 1:2. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ റേഷ്യോസിൻ്റെ യൂസ് എന്ന്. ഈ റേഷ്യോ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമുക്ക് തന്നിരിക്കുന്ന ഇൻകത്തിനെയും എക്സ്പെൻസിനെയും 2 പീരീഡിലേക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ റേഷ്യോ യൂസ് ചെയ്യുന്നത്. ഒന്നുകിൽ ടൈം റേഷ്യോ, അല്ലാന്നുണ്ടെങ്കിൽ സെയിൽസ് റേഷ്യോ. പിന്നീട് ഒരു റേഷ്യോ കൂടെ ഉണ്ട്, വെയ്റ്റഡ് റേഷ്യോ. അത് പിന്നീട് പറയാം. അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത പ്രോബ്ലം കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവും, ഒരു ഐഡിയ ലഭിക്കും. ഓക്കെ, താങ്ക് യു.